Hi everyone, this is CMA Afsal Alangal here. Before starting the video, please hit the like button. That will motivate me to do more contents, more videos to the CMA fraternity. പല സ്റ്റുഡൻസും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ന്യൂസ് കേട്ടിട്ട് റൂമേഴ്സ് കേട്ടിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ CMA കോഴ്സിൻ്റെ സ്കോപ്പ് എന്ത് സംഭവിച്ചു, ഒരു MCA റിപ്പോർട്ട് വന്നതായിട്ട് കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ എന്നെപ്പോലുള്ള CMA ക്വാളിഫൈ ചെയ്ത മെമ്പേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഈവൻ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ വർഷം, ഒരു വർഷം മുമ്പ് MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ആ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നത്? ടു റിവ്യൂ യൂസ്ഫുൾനെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് നിലവിൽ ഓൾറെഡി പ്രൊവിഷൻ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ നമ്പർ 148 പ്രകാരം കോസ്റ്റ് ഓഡിറ്റും കോസ്റ്റ് റെക്കോർഡ്സിൻ്റെയും പ്രൊവിഷൻ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഏത് കമ്പനികളാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏത് കമ്പനികൾക്കാണ് കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്ന പ്രൊവിഷൻസ് നിലവിലുണ്ടായിരുന്നു. 2014 വന്ന കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് എന്ന് പറയുന്ന റൂൾസ് ഇപ്പം അമെൻഡ് ചെയ്ത് 2019 വരെ അമെൻമെൻറ്റ് വന്നിട്ടുള്ള ആ റൂൾസ് പ്രകാരവും നിലവിൽ കോസ്റ്റ് ഓഡിറ്റിനും കോസ്റ്റ് റെക്കോർഡ്സിനും പ്രൊവിഷൻസ് ഉണ്ട്. ആ നിലവിലുള്ള പ്രൊവിഷൻസിന് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ കൊണ്ടുവരാം, അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ യൂസ്ഫുൾനെസ്സിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ആ കമ്മിറ്റി ഒരു 376 പേജുള്ള ഒരു റിപ്പോർട്ട് MCA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MCA പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിലവിൽ വാലിഡിറ്റി അതിന് വന്നിട്ടില്ല, അത് പ്രപ്പോസ്ഡ് ആണ്. നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്, വിച്ച് മീൻസ് 2025 ഓൺവേർഡ്സ് അത് വാലിഡ് ആവാം. ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് അത് MCAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മളുടേതായ, നിങ്ങളൊരു മെമ്പറോ CMA മെമ്പറോ CMA സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കമൻറ്റ് ചെയ്യാം. പബ്ലിക്കിന് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു റിപ്പോർട്ട് തന്നെ 99% അതേപോലെ ഫൈനലൈസ് ആവാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, ആ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലാണ് പലതരം റൂമേഴ്സ് വന്നിട്ടുള്ളത്. CMA കോഴ്സിന് കാര്യമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു, സ്കോപ്പിൽ മാറ്റം വരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് സ്കോപ്പ് കുറയുകയാണ്, ചില ആളുകൾ പറയുന്നു സ്കോപ്പ് കൂടാനാണ് സാധ്യത. അപ്പോൾ എന്താണ് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കെന്താണോ ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൂടി അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 376 പേജുള്ള MCAയുടെ റിപ്പോർട്ടിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾ 2014 പ്രകാരം 35 കോടിക്ക് മുകളിൽ, 35 കോടിയോ അതിന് മുകളിലോ ഉള്ള കമ്പനികളാണ് കോസ്റ്റ് റെക്കോർഡ്സ് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടത്. അത് പുതിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, പ്രപ്പോസ്ഡ് റെക്കമെൻഡേഷൻ അനുസരിച്ച് 75 കോടിയിലേക്ക് ഉയർത്താൻ പോകുന്നു. ഉയർത്തിയിട്ടില്ല, പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷം തൊട്ട് 2025 തൊട്ട് അത് 75 കോടിയായിട്ട് ഉയരാൻ പോകുന്നു എന്നതാണ് ആ റിപ്പോർട്ടിലെ ഏറ്റവും മേജർ ഹൈലൈറ്റ് നമ്പർ 1. ഇപ്പം ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് പല ഡൗട്ടുകൾ ഉണ്ടാവാം. 35 കോടി ഉള്ളത് നേരെ 75 കോടി, ഏകദേശം ഡബിൾ ആക്കി മാറ്റിയിരിക്കുന്നു.
അപ്പോൾ കമ്പനികളുടെ എണ്ണം കുറയല്ലേ ചെയ്യുക. നേരത്തെ കോസ്റ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരുന്ന കമ്പനികളുടെ എണ്ണത്തിനേക്കാൾ 75 കോടിയുള്ള കമ്പനികളല്ലേ ഇനി ചെയ്യേണ്ടതുള്ളൂ, അപ്പോൾ എണ്ണം കുറയല്ലേ ചെയ്യുക എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് 2014 ലിമിറ്റായിരുന്നു 35 crore. ഇപ്പോൾ നമ്മളുള്ളത് 2024 ഏകദേശം 10 വർഷത്തിൻ്റെ ഡിഫറൻസ് വന്നു. 10 വർഷം കൊണ്ട് നമ്മൾ എങ്ങനെ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്താലും ഈ 75 crore ഏകദേശം എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു മേജർ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേറെ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 35 കോടി എന്നുള്ള പഴയ ലിമിറ്റിനെ അവർ ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് അതൊരു 75 crore ആയി ഉയർത്തി എന്ന രീതിയിൽ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. തിരിച്ച് നമുക്ക് പറയാം 35 കോടി കുറേ ചെറിയ കമ്പനികൾ പെടുമായിരുന്നല്ലോ, ഇപ്പോൾ 75 കോടി ആകുമ്പോൾ കുറേ വലിയ കമ്പനികൾ മാത്രമല്ലേ പെടുള്ളൂ, എണ്ണം കുറയല്ലേ എന്ന് നമുക്ക് വാദിക്കാം. ബട്ട് ഒരു പോസിറ്റീവ് വേയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു മേജർ ചേഞ്ച് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ചെറിയ ഇൻഫ്ലേഷൻ അവർ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. കോസ്റ്റ് ഓഡിറ്റിൻ്റെ കേസിലും ഇതേപോലെ മേജർ ചേഞ്ച് വന്നിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെയായിരുന്നു എക്സിസ്റ്റിംഗ് ലിമിറ്റ്. ഇപ്പോഴും നിലവിലുള്ളത് ഈ ലിമിറ്റ് തന്നെയാണ്. എന്താ ഈ ലിമിറ്റിൻ്റെ പ്രത്യേകത? ടേബിൾ എ, ടേബിൾ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളായിട്ട് ഇൻഡസ്ട്രിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് റെഗുലേറ്റഡ് സെക്ടർ, നോൺ റെഗുലേറ്റഡ് സെക്ടർ. CMA ഫൈനൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും, കാരണം അവർ കോസ്റ്റ് ഓഡിറ്റിൽ ഇത് കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. CMA ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഓഡിറ്റ് സബ്ജക്റ്റിൽ ഇത് പഠിക്കാനുണ്ട്, സെക്ഷൻ 148. അപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് അനുസരിച്ച് റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 6 സെക്ടറിനെ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ടെലികോം, ഇലക്ട്രിസിറ്റി, പെട്രോളിയം, ഫാർമസ്യൂട്ടിക്കൽ, ഫെർട്ടിലൈസർ, ഷുഗർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് പറയുന്ന 6 സെക്ടറുകളെയാണ് റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറയുക. അതല്ലാത്തൊരു 33 ഐറ്റം വരുന്ന നോൺ റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി, അതാണ് കാറ്റഗറി ബി എന്ന് പറഞ്ഞും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ റെഗുലേറ്റഡ് സെക്ടറിലാണ് നിങ്ങളുടെ കമ്പനി എങ്കിൽ, പ്രോഡക്റ്റ് എങ്കിൽ, ഓവറോൾ ടേൺ ഓവർ ഓഫ് ദി കമ്പനി 50 കോടിയും ആൻഡ് ഇൻഡിവിജ്വൽ ടേൺ ഓവർ ഓഫ് ദി കവേർഡ് പ്രൊഡക്ട്സ് 25 crore വന്നാൽ മാത്രമേ ആ കമ്പനിയിലെ ആ പ്രോഡക്റ്റുകൾക്ക് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ടാവാറുള്ളൂ. ഇതാണ് നിലവിലെ നിയമം. അത് നോൺ റെഗുലേറ്റഡ് ആണെങ്കിൽ 100 കോടിയും 35 കോടിയാണ്. ഓവറോൾ ടേൺ ഓവർ 100 കോടിയും ടേൺ ഓവർ ഓഫ് ദി കവേർഡ് പ്രൊഡക്ട്സ് 35 കോടിയുമാണ് നോൺ റെഗുലേറ്റഡ് സെക്ടറിലെ ലിമിറ്റ്. ഇത് പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ലിമിറ്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് റെഗുലേറ്റഡ് സെക്ടർ എന്നോ നോൺ റെഗുലേറ്റഡ് സെക്ടർ എന്നോ ഒന്നും ഡിവൈഡ് ചെയ്യാതെ കവേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഗവൺമെന്റ് തരും. കവേർഡ്, ആ ലിസ്റ്റിൽ പെടുന്ന പ്രോഡക്റ്റുകളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ കഴിഞ്ഞ 3 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും 75 കോടിക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കോസ്റ്റ് ഓഡിറ്റ് വേണം എന്ന രീതിയിലാണ് വരിക. ആ പ്രൊഡക്റ്റുകൾക്ക് കോസ്റ്റ് ഓഡിറ്റ് വേണം. അപ്പോൾ പഴയതിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 50, 25, 100, 35 എന്നുള്ളിടത്തേക്ക് ഒറ്റ ലിമിറ്റായിട്ട് മാറാൻ പോവാണ്. ഇപ്പം നിലവിൽ ഇവിടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് നിയമം അനുസരിച്ച്, ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഒരു തവണ ഒരു കമ്പനിക്ക് കോസ്റ്റ് ഓഡിറ്റ് ബാധകമായാൽ തൊട്ടടുത്ത വർഷം ഈവൻ ടേൺ ഓവറിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓവറോൾ ടേൺ ഓവർ, ഇൻഡിവിജ്വൽ ടേൺ ഓവറിൻ്റെ ഒക്കെ താഴെ പോയാലും കോസ്റ്റ് ഓഡിറ്റിന് വേണം. വൺസ് അപ്ലിക്കബിൾ ഓൾവേസ് അപ്ലിക്കബിൾ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പുതിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിനെക്കുറിച്ച് ഒന്നും തന്നെ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, 3 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും 75 കോടി വന്നാൽ കറണ്ട് ഇയറിൽ കോസ്റ്റ് ഓഡിറ്റ് ബാധകമാണ്. അപ്പോൾ 3 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് 75 ഇല്ലെങ്കിൽ അത് ബാധകമാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതാണ് ഒരു ഡിഫറൻസ്. ഇനി കാര്യമായിട്ട് ചേഞ്ച് വന്ന മറ്റൊരു ഭാഗം
സെപ്പറേറ്റ് ഫോർമാറ്റ് ഫോർ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ സ്പെഷ്യൽ ഇൻഡസ്ട്രീസ്. സ്പെഷ്യൽ ഇൻഡസ്ട്രീസിന് സെപ്പറേറ്റ് കോസ്റ്റ് ഓഡിറ്റ് ഫോർമാറ്റ് വേണം എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 5% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മേജർ സെയിലബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് സെപ്പറേറ്റ് കോസ്റ്റ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം എന്നും ആ റിപ്പോർട്ടിൽ റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പം നിലവിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫോർമാറ്റ് ഒന്നുമില്ല, എല്ലാം ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പുതിയ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഓരോ മേജർ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടി വരിക. കാരണം നമുക്ക് വർക്ക്, ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ വർക്ക് കൂടുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CMA കോഴ്സ് പഠിച്ച് ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജോബ് അതേപോലെ പ്രാക്ടീസ് എന്ന് പറയുന്ന 2 ഓപ്ഷനാണ് അയാളുടെ മുന്നിലുള്ളത്. ജോബിന് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ചേഞ്ച് അയാളെ എഫക്റ്റ് ചെയ്യുകയേയില്ല. കാരണം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റെക്കോർഡ്സ് വർക്കുകൾ ചെയ്യുന്ന സമയത്തെ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലുള്ള മാറ്റങ്ങൾ അയാളെ ബാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ജോലി സാധ്യത കൂടാനാണ് ഈ ഒരു പോയിന്റ് പ്രകാരം നമുക്ക് ഹെൽപ്പ് ചെയ്യുക. കാരണം സെപ്പറേറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് ഫോർ എവറി മേജർ സെയിലബിൾ പ്രൊഡക്റ്റ്. മേജർ സെയിലബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺ ഓവറിന്റെ 5% കൂടുതലാണ് ആ ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ സെയിലെങ്കിൽ അതിനെ നമ്മൾ മേജർ സെയിലബിൾ പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിന് സെപ്പറേറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പൊ അത് ചെയ്യേണ്ടതാരാ? ഒരു CMA, പ്രാക്ടീസിങ് CMA ആയിരിക്കും. അതേപോലെ മറ്റൊരു സന്തോഷ വാർത്ത ഇതിൻ്റെ കൂടെ വായിക്കേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റൂൾസ് പ്രപ്പോസ് ടു ബി അപ്ലൈഡ് ഓൺ കോസ്റ്റ് ഓഡിറ്റ് ഓൾസോ. നിലവിൽ കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, മെമ്പേഴ്സ് അല്ല. നമുക്കറിയാം കമ്പനീസ് ആക്ട് നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്, ഇന്റർനായാലും ഫൈനലിനായാലും. കമ്പനീസ് ആക്ടിലെ കമ്പനി ഓഡിറ്ററുടെ അപ്പോയിൻമെന്റ്, ക്വാളിഫിക്കേഷൻ, റിമൂവൽ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയാൾ അപ്പോയിന്റ് ചെയ്യുന്നെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും ബോർഡ് മീറ്റിംഗ് കൂടിയാൽ പോരാ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചാൽ പോരാ, മെമ്പേഴ്സ് ജനറൽ മീറ്റിംഗിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ആർക്ക് കൂടും? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, കമ്പനി ഓഡിറ്റർ എന്ന് പറയുന്ന ആൾക്ക് കൂടും, വിച്ച് ഇസ് ഒബ്വിയസ്ലി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അവരുടെ അപ്പോയിന്റ്മെന്റ്, റിമൂവൽ ഒക്കെ മെമ്പേഴ്സ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനും കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാനും സാധിക്കാറുണ്ട്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്. ആ ഇൻഡിപെൻഡൻസ് കോസ്റ്റ് ഓഡിറ്ററുടെ കേസിൽ ഉണ്ടാവാറില്ല എന്നൊരു ആരോപണം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും എല്ലാം മെമ്പേഴ്സ് അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതേപോലെ കമ്പനി ഓഡിറ്റർ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കമ്പനി ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 വർഷം വരെ ചെയ്താൽ പിന്നീട് റൊട്ടേഷൻ ബാധകമാണ്. ഫേം ആണെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് 5 ഇയേഴ്സ്, 10 വർഷം കഴിഞ്ഞാൽ റൊട്ടേഷൻ, അതായത് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഈ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റൊട്ടേഷൻ പ്രൊവിഷൻ കോസ്റ്റ് ഓഡിറ്റർക്ക് ബാധകമല്ല നിലവിലുള്ള പ്രൊവിഷൻ അനുസരിച്ച്. പക്ഷേ കമ്മിറ്റിയുടെ പുതിയ റെക്കമെൻഡേഷൻസിൽ അപ്പോയിന്റ്മെന്റ്, റിമൂവൽ പോലുള്ള കാര്യങ്ങളും റൊട്ടേഷനും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് എങ്ങനെയാണോ ബാധകം, അത് CMA കോസ്റ്റ് ഓഡിറ്റർക്കും അതേ രീതിയിൽ ബാധകമാക്കണം എന്നാണ് അതിൽ പ്രപ്പോസൽ ഉള്ളത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ, ഇറ്റ്സ് എ വെരി ഗുഡ് പ്രപ്പോസൽ. കാരണം ഇൻഡിപെൻഡൻസ് കൂടുകയാണ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തൊരു പോയിന്റ് ഉള്ളത്, നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടന്റിന് കുറച്ചുകൂടി ഏരിയ ഓഫ് സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആനുവൽ റിപ്പോർട്ട് മേ ഓൾസോ ഇൻക്ലൂഡ് കോസ്റ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPI മീൻസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആൻഡ് ട്രെൻഡ്. അതായത് അത് ചുരുക്കി പറഞ്ഞാൽ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ ആ ആനുവൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരു കോസ്റ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ കോസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് റിപ്പോർട്ടോ ട്രെൻഡിനെ കുറിച്ചുള്ള റിപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പുതിയ സ്കീം അനുസരിച്ച് ആനുവൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കോസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് റിപ്പോർട്ട് കൂടി വേണം എന്നാണ് പ്രപ്പോസൽ. സോ അത് കൊടുക്കണമെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് തന്നെ കൊടുക്കണം.
അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്കോപ്പ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ലിമിറ്റുകൾ കൂടുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. കമ്പനികളുടെ എണ്ണം കുറയല്ലേ, സ്കോപ്പ് കുറയല്ലേ, അത് പോസിറ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കാം, ഇൻഫ്ലേഷൻ വഴിയാണ് അത് കൂടിയത് എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നമുക്ക് വർക്ക് കൂടുന്ന കുറേ നല്ല കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു റെക്കമെൻഡേഷൻസിനെ നെഗറ്റീവായിട്ട് എടുക്കാനോ റൂമേഴ്സ് പറയുന്ന പോലെ CMA സ്കോപ്പ് പ്രാക്ടീസിൽ ഇനിയും കുറയാൻ പോവുകയാണ് എന്ന രീതിയിലൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ റിപ്പോർട്ട് 376 പേജുള്ള റിപ്പോർട്ട് MCAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. ഈവൻ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലും ടെലഗ്രാമിലും വാട്സപ്പിലും ആ റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അത് കൃത്യമായിട്ട് ഒരു തവണയെങ്കിലും അത് വായിക്കണം. നമ്മളെ ബാധിക്കുന്ന, നമ്മളെക്കുറിച്ചുള്ള ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് ഇത്. ഇനി അത് വായിക്കാൻ 376 പേജ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സിനോപ്സിസ് പുറത്തു വിട്ടിട്ടുണ്ട്. സിനോപ്സിസ് മീൻസ് സമ്മറി പോലെ അതിൻ്റെ മേജർ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സിനോപ്സിസ് പുറത്തു വിട്ടിട്ടുണ്ട് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ അതിൽ ഓരോ പോയിന്റും നമ്മൾ പറഞ്ഞ 75 കോടിയുടെ കാര്യം, കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ കേസിലും കോസ്റ്റ് ഓഡിറ്റിൻ്റെ കേസിലും 75 കോടിയുടെ കാര്യം, അതേപോലെ 5% കൂടുതലുള്ള മേജർ സെയിലബിൾ പ്രൊഡക്ട്സിന് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട കാര്യം, പിന്നെ നിലവിലുള്ള റെഗുലേറ്റഡ് സെക്ടറിൽ 6ഉം അൺറെഗുലേറ്റഡ് സെക്ടറിൽ 33ആണുള്ളത്. അതിൽ ചിലത് ഇൻക്ലൂഡ് ചെയ്യാനും ചിലത് എക്സ്ക്ലൂഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത് നോക്കിയേ, ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ കൂടി കോസ്റ്റ് ഓഡിറ്റിന്റെ പെർവ്യൂവിൽ വരും. ഏതൊക്കെ? ജെംസ് ആൻഡ് ജ്വല്ലറി, ഫിലിം, മീഡിയ, എന്റർടൈൻമെന്റ്, അങ്ങനെ ആ തരത്തിലുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ പ്രപ്പോസ്ഡ് ടു ബി ഇൻക്ലൂഡഡ് ആണ്. പുതിയ ലിസ്റ്റ് പ്രകാരം ഇതുകൂടി ഇൻക്ലൂഡ് ആവും. അപ്പൊ നിങ്ങൾ പറയൂ, സ്കോപ്പ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഇത്രയും പ്രൊഡക്റ്റ് കൂടി ആ പെർവ്യൂവിലേക്ക് വരുമ്പോൾ ഇത് ഓൾറെഡി ഇല്ല, ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പ്രപ്പോസൽ. അതേപോലെ ചിലത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ലിസ്റ്റിലുണ്ട്, പക്ഷെ അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏത്? ഗ്ലാസ്, മിൽക്ക്, പവർ, റബ്ബർ, കോഫി, ടീ. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരൊന്നും മേജർ വലിയ കമ്പനികൾ, ബിസിനസ് നടത്തുന്ന കമ്പനികളിൽ പെട്ടതല്ല. ഇത് ഒഴിവായാലും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നതല്ല. ഇതിന് പകരമായിട്ട് മുകളിൽ ഒരു ലിസ്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം എല്ലാം നെഗറ്റീവായി കാണുന്നതിന് പകരം ഇതിലും നമ്മൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ കാണേണ്ടത്. ഇത് ഫൈനലൈസ് ആയിട്ടില്ല, അടുത്ത വർഷത്തോടു കൂടിയാണ് ഫൈനലൈസ് ആവുക. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കൂടി നോക്കിയിട്ടാണ് MCA അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പം അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷൻസ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ മറ്റൊരു പ്രശ്നം ഞാൻ കാണുന്നത്, ആ 376 പേജുള്ള റിപ്പോർട്ടിൽ ചില ഇൻഡസ്ട്രിയിലെ വലിയ അസോസിയേഷൻ, ഇപ്പോൾ ഫിക്കി ഒക്കെ പോലെ FICCI എന്ന് പറയുന്ന ഫിക്കി പോലുള്ള ഇൻഡസ്ട്രി അസോസിയേഷനുകൾ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ചും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻ്റനൻസിനെ കുറിച്ചും അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായങ്ങളും ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചില അസോസിയേഷൻസ് പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ട്, ചില അസോസിയേഷൻസ് നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായം, അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ വാദം ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിൽ ഈ ഒരു സിനോപ്സിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. 376 പേജ് വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സിനോപ്സിസ് വായിച്ചാൽ എവിടെയൊക്കെയാണ് മേജർ ചേഞ്ച് ആ ഒരു റിപ്പോർട്ട്, കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരത്തിലൊരു പ്രപ്പോസൽ ഉണ്ട്. ഇത് വായിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ ഒപ്പീനിയൻ നിർബന്ധമായിട്ടും നമ്മൾ അതിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. വെബ്സൈറ്റിൽ കയറിയിട്ട് ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാവാം, അത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് എന്ന ബോധം ഒരു CMA സ്റ്റുഡൻറ്, CMA മെമ്പർക്ക് ഉണ്ടായിരിക്കണം. ബാക്കി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്വറീസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം.
ഓക്കെ.